റെഡി ആയോ? ഇറ്റ്സ് ഓൾറെഡി ടൈം നോ 6:30 ആയി. ഹോളി മാസിന് സമയായി. നീ പെട്ടെന്ന് റെഡി ആയേ. പാല് ഞാൻ എടുത്തരാം. ഇതെന്താ? ഈ ടാഗ് നീ ഇപ്പൊ ഇടണ്ട. യു ക്യാൻ വെയർ ദിസ് ആഫ്റ്റർ ഹോളി മാസ്. ഓക്കെ? പാല് ഇത് കുടിച്ചിട്ട് വേഗം പോണോട്ടോ. ചൂട്. നീ വന്നിട്ട് 25 ദിവസമൊക്കെ അച്ഛൻ പറഞ്ഞ പോലെ. ഞാൻ പോവും, എല്ലാ രാവിലെയും പോവും. പക്ഷെ അമ്മ എന്നെ ഉണർത്തി എണീപ്പിക്കണം. ഞാൻ വിളിക്കും. ഞാൻ വിളിക്കാണ്ട് നീ എണീക്കാതിരിക്കണ്ട. ഓക്കെ? നീ പോയിട്ട് സമ്മാനമൊക്കെ മേടിക്കോ 25 ദിവസവും? പിന്നെ ബുൾസൈ ലഞ്ചിന് വെക്കോ? പുൽസൈ ഉണ്ടാക്കാം. ഓക്കെ. അമ്മ ഇന്ന് ഡിസംബർ 1 അല്ലേ? ഒന്ന് നോക്കിക്കേ. ആണല്ലോ. സ്റ്റാർ ഇടണ്ടേ? സ്റ്റാർ ഇടണം. എന്ത് പറ്റി? ഇടാം. അപ്പം വന്നിട്ട് നമുക്ക് സ്റ്റാർ ഇടാം. അതിനിലേം പറഞ്ഞു അച്ഛൻ 1 മണിയായി വരാൻ. ശരി, വേഗം ചെന്ന് പോവാൻ നോക്ക്. 6:30 കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഇന്ന് സ്റ്റാർ ഇടണം. സ്റ്റാർ പപ്പ വന്നിട്ട് ഇടാം. കുറേ ലേറ്റ് ആവും. ഇല്ല. ലെറ്റ്സ് ഗോ. The client calls are actually scheduled for next week. I'll be busy next week. We can catch up this week itself. Yes, Shruti. Definitely. Yeah. Sure. I'll get back to you. Okay. കുറേ ഓടി അണച്ചു. ഇങ്ങനെ 2 ദിവസമൊക്കെ ഓടിയിട്ട് വല്ല കാര്യമുണ്ടോ? എൻ്റെ വയറ് കുറഞ്ഞില്ലേ ശരിക്കും? എനിക്ക് തോന്നുന്നില്ല. ഈ 2 ദിവസം കൊണ്ടൊക്കെ എന്ത് കുറയാനാ? 2 ദിവസമല്ല, ഒരാഴ്ച ഞാൻ ഓടാൻ തുടങ്ങിയിട്ട്. വയറൊക്കെ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. കുറച്ച് റെഗുലറായി ചെയ്യണം. ഇതിപ്പോൾ ഈ 2 ദിവസം ഗെറ്റ് ടുഗെദറിന് വേണ്ടി ഓടിയേക്കണ്ടെന്ന് കണ്ടാ അറിയാം. പിന്നെ ഗെറ്റ് ടുഗെദറിന് വേണ്ടി എല്ലാ ദിവസവും ഓടാൻ പോവല്ലേ ഈ വെളുപ്പംകാലത്ത്? മറ്റേ ഗെറ്റ് ടുഗെദറിന് മാത്തനൊക്കെ വരുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടല്ലേ ഈ പരിപാടി? അവരൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓടുന്നത്. പിന്നെ പഴയ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയല്ലേ എല്ലാ ദിവസവും ഓടണേ. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട്. ഐ ഹാവ് എ ഗുഡ് സജഷൻ. യു ഷുഡ് വെയർ ദാറ്റ് ബ്ലാക്ക് അല്ലേ ടോമി ഹിൽഫിഗറിന്റെ? ബ്ലാക്ക് ഷർട്ട് അല്ല, അത് ബ്ലൂ ഷർട്ടാ. ബ്ലൂ ആണോ? എന്നാ അത് നല്ലതാ. അത് നല്ല ഷർട്ടാ. ദാറ്റ് ലുക്സ് ഗുഡ് ഓൺ യു. കുറച്ച് യങ് ആയിട്ടിരിക്കും. ശരിക്കും? വയറൊന്നും കാണില്ല. അതിട്ടാ നല്ലതായിരിക്കും. പള്ളി പോകുന്നില്ലേ? സമയല്ലോ. പള്ളി പോണം. നീ പോണല്ലേ? എനിക്ക് പോണം. എനിക്കിപ്പോൾ കുറച്ച് കോൾസ് സ്കെഡ്യൂൾഡ് ആണ്. സോ ഐ വിൽ ഗോ പ്രോബ്ലി ടുഡേ ഈവനിങ്. വൈകിട്ട് പോവാം. നിങ്ങൾ ചെന്നോ. ബിവി നിക്കറ അവിടെ. നീ നേരത്തെ ഓടിപ്പോന്നു? ഒറ്റയ്ക്ക് ഓടിപ്പോന്നു? ബുൾസൈ അത്രയ്ക്ക് ഇഷ്ടമാണോ നിനക്ക്? നല്ല ഇഷ്ടമാണ് എനിക്ക് ബുൾസൈ. അമ്മ പറഞ്ഞു ക്രിസ്മസിന്റെ സ്റ്റാറിന്റെ ഷേപ്പാ. സ്റ്റാറിന്റെ ഷേപ്പിലാ ബുൾസൈ. കൊള്ളാലോ. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വലിയൊരു ക്ലയന്റ് നഷ്ടപ്പെട്ട് നിങ്ങൾ കാരണം കൊണ്ട്. നിങ്ങൾ ഒരുപാട് ഡിലേ ആയിരുന്നു. എന്താ നിങ്ങൾ ഇത്ര ഡിലേ ആവണതിന്റെ കാരണം എന്താ? അല്ല സർ, നമ്മളതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതൊരു പുതിയ കോൺസെപ്റ്റിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതൊരു ബെറ്റർ വേർഷൻ ഉടനെ തന്നെ ആവും. ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലാണ് നമ്മളിപ്പോൾ. പുതിയ കോൺസെപ്റ്റ് എന്തായി? ഓക്കെ സർ, കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഫൈനൽ ടെസ്റ്റും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ സാറിന് സബ്മിറ്റ് ചെയ്യാം. എന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തീർക്കണം. പുതിയ കോൺസെപ്റ്റ് ആയിക്കഴിയുമ്പോൾ ബാസില എൻ്റെ മുറിയിലേക്ക് പോകാം. ഓക്കെ സർ. അതേ പറഞ്ഞ പോലെ നമ്മൾ അന്ന് കണ്ട് പിരിഞ്ഞതല്ലേ? എടാ, നമ്മുടെ രതീഷ് വരോടാ. സുന്ദരിയാ? ആ സുന്ദരി രതീഷ്. പിന്നെ ഷെജിനും ഫിജോനൊക്കെ പറയാന്ന് പറഞ്ഞില്ല? എടാ ഓക്കെ. നമ്മുടെ തൊരപ്പൻ വരോ? തൊരപ്പൻ ഷാബു അവൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലൈറ്റ് കിട്ടാണെങ്കിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? അല്ല, അവരൊക്കെ വരാണെങ്കിൽ രസമായിരുന്നു അല്ലേ? പിന്നല്ലാണ്ട്. ലക്ഷ്മി നിഷയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ആഫ്റ്റർ പാർട്ടിന്റെ. അതിനുശേഷം ആഫ്റ്റർ പാർട്ടിയാ? ഇതൊക്കെ ആരുടെ കോർഡിനേറ്റ് ചെയ്യണേ?
രതീഷ് സുന്ദരിയാ ആ അത് കലക്കും. പഴയ എല്ലാവരും വരണ്ട്. നമ്മുടെ പഴയ ആൾക്കാരൊക്കെ കിട്ട് ഭയങ്കര രസമായിരിക്കും. നീ എന്തായാലും വാടാ, ഞാനൊരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞെത്താം. ഓക്കെ, അപ്പോൾ ഷാർപ്പ് 2 മണിക്ക് തന്നെ എത്തണം കേട്ടോ. ആ ഓക്കേടാ, ഓക്കെ കാണാം. കാണാം. സർ, പ്രസന്റേഷൻ. എടോ, ഇത് ആ പഴയ കോൺസെപ്റ്റായിട്ട് എന്ത് വ്യത്യാസമുണ്ട്? അല്ല സർ, നമ്മളിത് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് ചേഞ്ച്? ഇത് തന്നെയല്ല സെയിം അത്. അല്ല സർ, നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഹറിബറി ആയിട്ട് ചെയ്തതാ. നമുക്ക് ടൈം ബൗണ്ട് ഉണ്ടോ സർ? ആസ് സൂൺ ആസ് പോസിബിൾ എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കുക, അല്ലെങ്കിൽ ക്ലയൻറ്റ് നമ്മുടെ കയ്യിൽ നിന്നാ പോകും. മനസ്സിലായാ? സത്യത്തിൽ നിനക്ക് ആ ബുർജ് ഖലീഫയിൽ ഫ്ലാറ്റ് ഉണ്ടാ? നിനക്ക് വല്ല പ്രാന്തണ്ടാ? ഞാൻ വെറുതെ തള്ളുകയല്ലേ അവരുടെ മുന്നിൽ. നമ്മൾ ലാസ്റ്റ് മീറ്റ് ചെയ്തപ്പോഴാണെന്നറിയാം. നമ്മൾ ഇന്നാള് കണ്ടില്ലേ? നമ്മൾ എവിടെ വെച്ചാൽ കണ്ടേ? അന്ന് മോൻ്റെ ഡെലിവറിയുടെ അന്ന് ധന്യ ഹോസ്പിറ്റലിൽ വെച്ച്. അവനിപ്പോൾ 6-7 വയസ്സായി. വലിയ പയ്യനല്ല? നല്ല സ്മാർട്ട് പയ്യൻ. രസാ. നമുക്ക് നേരം പോകണമെന്ന് അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമാണ്. ഹായ് സാന്റ, എൻ്റെ പേര് വിവിയാണ്. ഞാൻ 3rd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എനിക്ക് 8 വയസ്സാണ്. പിന്നെ എൻ്റെ അഡ്രസ്സ് 4th അവന്യൂ, ഐലൻഡ് ഹോം. ഞാൻ ഈ വർഷം ഒരു നല്ല കുട്ടിയായിരുന്നു. എൻ്റെ അമ്മയെ സഹായിച്ചു, ക്ലോത്ത്സ് ഒക്കെ മടക്കാൻ, ഫോൾഡ് ചെയ്യാൻ, കഴുകാൻ. പിന്നെ എൻ്റെ അച്ഛനെയും സഹായിച്ചു, ഷൂ ഒക്കെ പോളിഷ് ചെയ്യാൻ, ബെൽറ്റ് കെട്ടാൻ. പിന്നെ പക്ഷെ എൻ്റെ മാർക്ക് കുറച്ച് കുറവായിരുന്നു, പക്ഷെ നല്ല കുട്ടിയായിരുന്നു. പിന്നെ ഞാനൊരു നല്ല കുട്ടിയായിരുന്നില്ലേ? എനിക്കൊരു PS5 വീഡിയോ ഗെയിമിൻ്റെ ഒരു ഗിഫ്റ്റ് തരുമോ പ്ലീസ് സാന്റ? ഞാൻ നല്ല കുട്ടിയായിരുന്നില്ലേ? ബിബി നീ എന്ത് ചെയ്യുന്ന ബിബി? അതിങ്ങ് തന്നെ ബിബി, അതിങ്ങ് താ. മതി ബിബി, കൊറേ നേരമായി തുടങ്ങിയിട്ട്. നോ 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 നോ, നീ അത് വെച്ചേ. പഠിക്കാൻ നോക്ക്. എക്സാമിൽ നിനക്ക് മതി. സാന്റയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണം നീ? See, there is no chance that Santa see your message like this. You have to send a letter. ഒരു ലെറ്റർ എഴുതണം. അപ്പൊ ലെറ്റർ എഴുതണമെങ്കിൽ നീ പഠിക്കണ്ടേ? സോറി സാന്റ, എൻ്റെ അമ്മ ഇങ്ങനെ ചുമ്മാ. നീ ഗ്രൂപ്പ് ഫോട്ടോയിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല? നീ ക്രിസ്മസിന് ഔസേ പിതാവായത് ഓർമ്മയുണ്ട? പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്. ഔസേ പിതാവായിട്ട് ഞങ്ങള് ഡിഗ്രി പിള്ളേര്, നീയും ഞാനും PGക്ക് അപ്പുറത്ത്. അപ്പോൾ പിള്ളേര് നിനക്കൊരു പെൺകുട്ടീനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇഷ്ടമല്ല, ഒരു ഏഞ്ചൽ ലുക്ക്, മാലാഖയെ പോലുള്ളൊരു കുട്ടി. അവളെ ഞങ്ങളന്ന് മാതാവാക്കി, നിങ്ങളെ ഔസപിതാവാക്കി. നിങ്ങൾ അറിഞ്ഞില്ല അത്. ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഔസപിതാവണം. വേഷം കെട്ടി വന്നു, പിന്നെ ഔസപിതാവായി. നമ്മൾ ക്രിസ്മസിന് ഗംഭീര സെലിബ്രേഷൻ, നമ്മുടെ ടീമിൻ്റെ മത്സരമാണല്ലോ അത്. നിങ്ങൾ ഔസപിതാവൊക്കെ ഇട്ട് താടിക്ക് വെച്ച് നിൽക്കുക, അപ്പുറത്ത് മാതാവായിട്ട് ഞെട്ടിപ്പോയി. നീ ആരാ? ഏഞ്ചലാ. പക്ഷെ നിങ്ങൾ അവളായിട്ട് ഒരു വാക്കും പറഞ്ഞില്ല, അവള് നിങ്ങളുടെ അടുത്തൊന്നും സംസാരിച്ചില്ല. അന്ന് സംസാരിക്കാൻ പറ്റില്ല. അത് പോട്ടെ, ഞാനൊരു ആട്ടിടനായിട്ട് നിൽക്കണ്ടായിരുന്നു, ഓർമ്മയുണ്ട? ഒറിജിനൽ ആട് എൻ്റെ മേത്ത മൂത്രം വെച്ച്. ഞാനിങ്ങനെ ഈ വേഷത്തിന് ആലോചിക്കണം. നിങ്ങളാണെങ്കിൽ സംസാരിച്ചില്ല, അവളും സംസാരിച്ചില്ല. ആ പഴയ കഥകളൊക്കെ ഓർക്കാൻ ഇപ്പോഴും രസമാണ്. ആ പഴയ ആൾക്കാരുടെ ലൈഫൊന്നും നമ്മൾ എവിടെ ചെന്നാലും, പ്രത്യേകിച്ച് ഈ ലോകത്തിൻ്റെ എവിടെ ചെന്നാലും, പഴയ ചെറുപ്പത്തിലുള്ള ആ കണക്ഷൻ, ആ ബന്ധമൊന്നും ഒരു സ്ഥലത്തും കിട്ടില്ല. അതൊരു കാലം. ഉറക്കം വരുന്നു, പ്ലീസ് വേഗം സ്റ്റാർട്ട്. വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യ? നമുക്ക് കുറച്ചുകൂടി നേരം വെയിറ്റ് ചെയ്താലോ? വേണ്ട, എനിക്ക് ഉറക്കം വരുന്നു. സ്റ്റാർ ഇടണം പ്ലീസ്. സ്റ്റാർ ഒന്ന് മെസ്സേജ് ചെയ്ത് നോക്ക്. അമ്മ, ക്രിസ്മസിൽ എന്തിനാ സ്റ്റാർ ഇടുന്നത്? നമ്മൾ സ്റ്റാർ ഇടുന്നത്
പണ്ട് നാവിഗേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ടുഡേ വി ഹാവ് ഗൂഗിൾ മാപ്സ്, റൈറ്റ്? ആ അതുപോലെ ജീസസ് ക്രൈസ്റ്റിനെ കാണാൻ വന്ന രാജാക്കന്മാരെയും മാട്ടിടയന്മാരെയും ഒക്കെ ഓർമ്മയില്ലേ? ഉം. വെരി ഈസി ബോൺ എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുത്തത് ഈ സ്റ്റാർ ത്രൂ ആണ്. സ്റ്റാർ ആണ് അവരെ നാവിഗേറ്റ് ചെയ്തത്. ഈ സ്റ്റാർ എങ്ങനെ കാണുന്നേ? ഇത് ഒത്തിരി താഴെയല്ലേ? നമ്മൾ പക്ഷെ അതിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നല്ലേ ഈ ഒരു സ്റ്റാർ. സോ വെൻ ഇറ്റ്സ് ക്രിസ്മസ് എല്ലായിടത്തും സ്റ്റാർ ഇതുപോലെ ഹാങ് ചെയ്യും. ജസ്റ്റ് ടു റിമെമ്പർ ദിസ് ഡേ. ഓക്കെ? അമ്മ, അടുത്ത വർഷം ഞാൻ തന്നെയാണ് സ്റ്റാർ ഹാങ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ? അടുത്ത പ്രാവശ്യം എന്തായാലും വിവിയാണ് സ്റ്റാർ ഹാങ് ചെയ്യാൻ പോകുന്നത്. ആ വിവി വിൽ ബി ഗ്രോൺ അപ്പ് ലൈക്ക് അമ്മ. അത് അമ്മ പറയും, പക്ഷേ പിന്നെ ഓയോ വിവി you'll fall. ഇല്ല, അടുത്ത പ്രാവശ്യം വിവിയാണ് ഇടാൻ പോകുന്നത്. Promise? യെസ് ഡിയർ, പ്രോമിസ്. ഹലോ ഏഞ്ചൽ. ഹായ്. 3 കൊല്ലം നമ്മൾ കോളേജിൽ ഉണ്ടായിട്ടും ഗെറ്റ് ടുഗദർ വേണ്ടി വന്നു സംസാരിക്കാൻ. അതെന്താ 3 വർഷം സംസാരിക്കായിരുന്നു? ഞങ്ങളുടെ ക്ലാസ്സിലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ, ഞങ്ങളുടെ ക്ലാസ്സിലെ സുജ. അവള് നിങ്ങളെ തീരെ അടുപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞതാ അവളോട് ആ ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ. ഞങ്ങളെപ്പോഴും കോളേജിൽ പറയും ഏഞ്ചൽ ഒരു ഏഞ്ചൽ ലുക്കാണെന്ന്. ഇപ്പൊ എന്താ ഇവൾ ലുക്കായോ? അല്ല നീ ഒരു നല്ല സ്റ്റൈലൊക്കെ ആയിട്ടുണ്ട്. കോഴ്സ് കഴിഞ്ഞ് നേരെ ബാംഗ്ലൂർ വന്നതാ, പിന്നെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലായി. ഒരു ദിവസം നമുക്ക് കൊച്ചിയിൽ കൂടാ, ബിയറൊക്കെ അടിച്ച്. ഞാൻ വൈകിട്ട് 2 ബിയറൊക്കെ അടിച്ച് നല്ല മൂടായപ്പോ ഒന്ന് വിളിച്ചതാ. അന്ന് ഏഞ്ചലിനോട് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ക്രഷ് ഉണ്ടായിരുന്നു കോളേജിൽ വന്നപ്പോൾ. ഇതിപ്പോൾ ഞാൻ 2 ബിയർ അടിച്ചാലും പറഞ്ഞതാട്ടോ. എനിക്ക് ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയിലൊക്കെ പോയി അടിപൊളി വൈബാക്കണം. ആ ഓക്കെ, കൂടാ നമുക്ക്. പിന്നെന്താ? എവിടെയപ്പോ? ഞാൻ ഓഫീസിൽ. നിങ്ങളുടെ ഇൻസ്റ്റാ പേജ് ഞാൻ കണ്ടു കേട്ടോ. പ്രൊമോഷണൽ ക്യാമ്പയിനിങ് എല്ലാം നല്ല ക്ലാസ് ആയിട്ടുണ്ട്. ഞാൻ തൻ്റെ ഫാഷൻ ഡിസൈനിൻ്റെ വർക്ക് കണ്ടു, ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. എന്തെങ്കിലും കോൺസെപ്റ്റ് വേണമെങ്കിൽ പറയൂ കേട്ടോ. ഒരു ജ്വല്ലറിയുടെ ഓൺലൈൻ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഓക്കെ, അതിന് നല്ലൊരു കോൺസെപ്റ്റ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു.
അതൊന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ നോക്ക്. എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ക്ലയൻ്റായിട്ടുള്ള മീറ്റിംഗ് നാളെ ഉണ്ട്. ഒരു കോൺസെപ്റ്റ് കൊടുത്തിരുന്നു, ഒന്നും വർക്കൗട്ടായില്ല. ഓ, ഞാൻ നോക്കട്ടെ. ഓൺലൈൻ ജ്വല്ലറി അല്ലേ? I'll try. ആ ഹലോ ഏഞ്ചൽ, എന്തേ വിളിച്ചേ? ഞാൻ ആ കോൺസെപ്റ്റ് മെയിൽ ചെയ്തിട്ടുണ്ട്. മെയിലോ? ഒന്ന് ചെക്ക് ചെയ്യോ? ആ ഹലോ ഏഞ്ചൽ. ഹായ്. ആ ഈ കോൺസെപ്റ്റ് ഭയങ്കര രസമായിട്ടുണ്ടല്ലോ. പിന്നെ ഇത്ര പെട്ടെന്ന് കോൺസെപ്റ്റ് റെഡിയാക്കി വിട്ടോ നീ? നല്ല തലയാണല്ലോ നിന്റെ. ആക്കിയതാണോ? നീ എൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നോ? ഓഹോ, അങ്ങനെയൊക്കെ ആയോ? എന്നാ കൊച്ചിയിൽ വരണ്ട്? എന്നാ ജോയിൻ ചെയ്യണ്ടേ പറഞ്ഞോ? ആ നമുക്കെന്നാ കൊച്ചിയിൽ കൂടാം. ഇതാണ് ജീസസിന്റെ അപ്പൻ ജോസഫ്. ഇതാണ് ജീസസിന്റെ അമ്മ മേരി. മേരി നല്ല കൈൻഡ് ഹാർട്ടഡ് ആയിരുന്നു. ആനിമൽസിനെ ഒക്കെ റെസ്പെക്ട് ചെയ്തിരുന്നു. ഒരു നൈറ്റ് കിടക്കുമ്പോൾ ഒരു ഏഞ്ചൽ വന്ന് പേര് ഗബ്രിയൽ പറഞ്ഞു, മേരി നല്ല കൈൻഡ് ഹാർട്ടഡ് ആണ്, ഒരു ബേബി കിട്ടും, പേര് ജീസസ് വെക്കണം. മേരിയും ജോസഫും ഡോങ്കിയിൽ പോയി കുറേ ദിവസം എടുത്തു ബെത്ലഹേമെത്താൻ. ഒരു സ്മോൾ ഷെഡ് കണ്ടു, അതിൻ്റെ ഉള്ളിൽ പോയി. മേരി പ്രഗ്നൻ്റ് ആയിരുന്നു. പിന്നെ ജീസസ് ബോർണായി. So, Vivi, a family must be together to form a mini Bethlehem here today. ഇതാ അപ്പ, ഇതാ അമ്മ. അപ്പൊ ഇതോ Vivi. ഞാൻ വലിയ കുട്ടിയാണ്. This is how a family must be together. അപ്പൊ നമുക്ക് പപ്പ വന്നിട്ട് ക്രിബ് ഉണ്ടാക്കാം. ഓക്കെ? ഹലോ ഏഞ്ചൽ. ഹായ്. ആ ജ്വല്ലറിയുടെ കൺസെപ്റ്റ് ക്ലയൻറ്റ് അപ്രൂവ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. താങ്ക് യു കേട്ടോ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരൊറ്റ മരമുള്ള ഒരു കായലിൻ്റെ തീരത്താണ്. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് നോക്കിയാൽ മനോഹരമായിട്ടൊരു പള്ളിയുണ്ട്. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഞാൻ എന്നൊരു പാട്ട് പാട്ടെ, കേക്കോ? ഈ സോളമനും ശോഷങ്ങളും കണ്ടു മുട്ടി പണ്ടേ, മാമോദിസ പ്രായം തൊട്ടേ ഉള്ളറിഞ്ഞേ തമ്മിൽ, കണ്ണ് കണ്ടും മുള്ള കണ്ടും മിണ്ടാതെ മിണ്ടി പണ്ടേ. ആ ഓക്കെ, എന്നാ വരണേ? ഞാൻ ഈ നെക്സ്റ്റ് ഡേയ്സിൽ ഒരു ക്ലൈൻറ്റ് മീറ്റിംഗ് 5 days കോയമ്പത്തൂർ ഉണ്ടാവും. വരുന്നോ? അടിച്ചു വിളിക്കാം. ആ ഓക്കെ. അമ്മ മാതാവായ ടീമിനുണ്ടല്ലോ കരൂരിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചു കോളേജിൽ. ഫസ്റ്റ് പ്രൈസോ? കൊള്ളാലോ. എന്നിട്ട് അന്നപ്പോൾ കോളേജിൽ കുറേ ടീമുകളുണ്ടായിരുന്നു കരോൾ സോങ്സ് ഒക്കെ കളിക്കാനായിട്ടേ. എന്നിട്ട് അമ്മയുടെ ടീം വിൻ ചെയ്തു. അപ്പോളേ നമ്മുടെ വിവി ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വിവി ആരാവും? ജീസസ്. യു വോണ്ട് ടു ബിക്കം ജീസസ്? യു ലുക്ക് ലൈക്ക് എ ചോട്ടാ ജീസസ്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ഞാൻ ചെയ്യണത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തൊട്ട് ശരി? ഇതിലൊരു
ഒരു കൺഫ്യൂഷനും ഇല്ല. നീ കോയമ്പത്തൂർ പോകുന്നു, അവളെ കാണുന്നു, തിരിച്ചു പോരും. എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇപ്പം അവള് വിളിച്ച് അങ്ങനെ അങ്ങ് പോയി. ഞാൻ ആകെ കൺഫ്യൂഷനില്ല. എന്താ ചെയ്യേണ്ടത് എനിക്കറിയാൻ പാടില്ല. ഭയങ്കര കൺഫ്യൂഷനിലാണ് ഞാൻ. കട്ട് ചെയ്യായിരുന്നില്ലേ? നിങ്ങൾ ആദ്യമേ കട്ട് ചെയ്യണമായിരുന്നു. അവൾ ഫോൺ വിളിച്ചു, മെസ്സേജ് അയച്ചു. അത് കഴിഞ്ഞിട്ട് എന്തായി? കുറച്ച് അങ്ങോട്ട് അടുത്ത് സംസാരിച്ചു. പിന്നെ എത്രയൊക്കെ ഉണ്ടായിട്ട് നിനക്ക് ആദ്യമേ മാറായിരുന്നില്ലേ? ഏയ്, ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലാണ്. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അടിച്ചു പൊളിക്ക്. ഓൾ ദ ബെസ്റ്റ്. കമിയർ ബിബി, 15 ബൈബിൾ കൊണ്ട് എന്ത് ചെയ്യാൻ പോണേ? അപ്പ വരും അമ്മ. അപ്പം വരും ബിബി. അപ്പോൾ വന്നിട്ട് നമുക്ക് കൃപ ഉണ്ടാക്കാം. വന്നോ? എന്താ ലേറ്റായേ? വിവിന്ന് കുറേ സമയമായിരുന്നു കൃപ ഉണ്ടാക്കാനെന്നും പറഞ്ഞ്. പിന്നെ ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. നാളെ രാത്രി എനിക്ക് കോയമ്പത്തൂർ പോകണം കേട്ടോ. എനിക്കൊരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്. എന്നിട്ട് എന്നാ വരണേ? അത് 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പം നിങ്ങൾ ക്രിസ്മസിന് ഉണ്ടാവില്ലേ? ഓ, 25-ാം തീയതി അല്ലേ? 25-ാം തീയതി ക്രിസ്മസാ അല്ലേ? അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടേ വരുള്ളൂ. നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ ക്രിസ്മസ് ആണെന്നുള്ള കാര്യം? അവർ രാവിലെ തൊട്ട് തുടങ്ങിയതാ. പപ്പ വരണം, കൃപ ഉണ്ടാക്കണം, അതുണ്ടാക്കണം, ഇതുണ്ടാക്കണം. ഞാൻ എങ്ങനെയോ പറഞ്ഞ് മനസ്സിലാക്കിയതാ. ഹൈ, ഇവനെവിടെ കിടന്ന് ഉറങ്ങിപ്പോയാ? ഇവനെ കൊണ്ട് കിടത്തിയില്ലേ നീ? വാട കൂട്ടാ. എന്തൊരു കനടാ നിനക്ക്. Oh my child, let's embrace the snow. Feel the love and let it flow. It's Christmas spirit, it's time to observe. Oh, all the joy and love that we deserve. I know you've conquered your fear. It's time for hope and care. Leave behind all the burdens you bear. Let the magic fill the air in this Christmas that we share. Ooh. It's a magical time, so grand. Embrace the joy that's close at hand. This Christmas, let's ignite the warmth and love throughout the night. It's a magical charger. time, so grand. Charger Embrace the markanda. joy that's close at hand. This Christmas, let's ignite റൂമിന്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. the night. നല്ല വൈബുള്ള സ്ഥലമാണ്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ ആൻഡ് ഇറ്റ്സ് റിയലി റൊമാന്റിക്. അത് ആ പേയ്മെൻ്റ് കാര്യം മറക്കണ്ട കേട്ടോ. ഓക്കെ. I know you've done your part. It's a season of delight.
Leave behind all the worries now. In this Christmas, let's unite with love and blessings shining bright. ഒരു സാധനം കാണിക്കാം ട്ടോ. കണ്ണ് തുറക്കണ്ട. തുറക്കല്ലേ ട്ടോ. തുറക്കല്ലേ. എടാ പപ്പയുടെ കണ്ണ് വേദന എടുക്കണേ. I know you've done your part. അമ്മ ലൈറ്റ് ഓൺ ചെയ്യ്. Sing, let the joy and laughter bring peace, happiness so ആഹാ divine. കൊള്ളാലോടാ, നീ പുൽക്കൂടുണ്ടാക്കി എത്ര വേഗം. Let your spirit shine. അപ്പൻ ജോസഫാണ്, ആ മേരിയാണ് അമ്മ, പിന്നെ അത് ജീസസ് ഞാൻ. This Christmas let's ignite. മമ്മ ജീസസ് ടേബിളല്ലേ ജനിച്ചത്, ഞാൻ എവിടെ ജനിച്ചത്? Embrace the joy that ധന്യ ഹോസ്പിറ്റൽ ബേബി. this Christmas let's ignite the warmth of love throughout the night. ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു ബേബി. പക്ഷേ അമ്മയുടെ കയ്യിൽ നിന്നെ കിട്ടിയ സമയത്ത് അമ്മ വാസ് സോ ഹാപ്പി. ഐ ഫോർഗോട്ട് എവറിത്തിങ്. പിന്നെ എൻ്റെ പെയിൻ എല്ലാം മറന്നു. പിന്നെ ബേബി മാത്രം ഉണ്ടായിരുന്നു. Oh my child, let's embrace the snow. And you know what? Feel the love and You had let this it flow. beautiful smile on your face. It's time to observe. Oh, all the joy and love. വന്നോ രാജാക്കന്മാർ എന്നെ കാണാൻ? രാജാക്കന്മാർ വന്നിട്ടുണ്ടായിരുന്നില്ല. Conquered your fear. But then your It's papa time came. for hope and പപ്പ ആദ്യം വന്നേ. leave behind all the burdens you bear. Let the magic fill the air in this Christmas that we share. പപ്പ എന്തിനാ സോറി പറയുന്നത്? It's a magical time, so grand. Embrace the joy that's close at hand. And this Christmas, let's ignite the warmth and love through. കരയാൻ നിർത്ത്, എല്ലാവർക്കും വിഷമാവും. ക്രിസ്മസിലെല്ലാം ഫാമിലിയൊക്കെ വന്നിട്ട് ഹാപ്പി ആവണ്ടേ? And this Christmas, let's ignite the warmth and love throughout the night. And this Christmas, let's ignite the warmth and love throughout the night. It's a magical time, so grand. Embrace the joy that's close at hand. This Christmas, let's ignite the warmth and love throughout the night. Oh my child, let's embrace the snow. Feel the love and let it flow. It's Christmas spirit, it's time to observe. Oh, all the joy and love that we deserve. I know you've conquered your